പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതരെ, ഞാൻ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുന്നൊരു കാര്യം, 32 വർഷമായി നിരന്തരം മുടക്കമില്ലാതെ ഇത്തരത്തിലൊരു സാഹിത്യോത്സവം നിങ്ങളുടെ സംഘടന നടത്തുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പലരും ജനിക്കുന്നതിന് മുൻപായിരിക്കാം ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അത് വളരെ താല്പര്യത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുകയും ഇതിൻ്റെ ഈ ചരിത്രപരമായൊരു പ്രസക്തി, ഇത്തരത്തിലൊരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ ചരിത്രപരമായ പ്രസക്തി ആദ്യമേ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SSFനെ ഞാൻ ആദ്യമായി ഹാർദമായി അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ വൈകിയ വേളയിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി സന്തോഷപൂർവ്വം വിനയപൂർവ്വം പ്രഖ്യാപിക്കുന്നു. സാഹിത്യത്തെക്കുറിച്ച് വിശദമായ ഒരു പ്രഭാഷണത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ലെങ്കിൽ പോലും പ്രസക്തമായ ചില കാര്യങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒരു സദസ്സ് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. എന്താണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് ധാരാളം തർക്കവിതർക്കങ്ങൾ ഉണ്ടാവാം. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. ഏത് അമൂർത്തമായ തലത്തിലാണ് നിങ്ങൾ സാഹിത്യം എന്ന വ്യവഹാരത്തെ കാണുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്വാഭാവികമായും നിങ്ങളുടെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിചാര മാതൃകകൾ മാറിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്നത് പ്രധാനമായും 3 സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് ഏത് കൃതി നമ്മൾ പരിശോധിച്ചാലും അതിന് 3 പ്രധാന സന്ദർഭങ്ങൾ അതിൽ അന്തർലീനമായിട്ടുണ്ട്. ഒന്ന്, സ്വാഭാവികമായും ആ സാഹിത്യകൃതി ഏത് കാലഘട്ടത്തിലാണോ രൂപം കൊള്ളുന്നത് ആ കാലഘട്ടത്തിനോട് പ്രതികരിക്കുന്ന സാരവത്തായ ഒരു ആത്മസത്ത തീർച്ചയായും ആ സാഹിത്യകൃതിക്ക് ഉണ്ടായിരിക്കും. വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട്, സംഘർഷങ്ങളോട് ആ വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട്, രാഷ്ട്രീയത്തോട്, സാംസ്കാരികതയോട് എല്ലാം സമസ്കന്ധമായി നിൽക്കുന്ന ഒരു സാധ്യതയാണ് സാഹിത്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാഹിത്യം എന്ന് പറയുന്നത് ഭാവിയുടെ ഭാവനകളാണ് എന്നുള്ളത്. ഭാവിയെക്കുറിച്ചുള്ള ഭാവന ഈ വർത്തമാനകാലത്തിൽ അഭേദ്യമാം വിധം ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പോലും സാഹിത്യം ഭാവിയെക്കുറിച്ചുള്ള ഒരു ചൂണ്ടുപലകയാണ്, ഒരു സൂചനയാണ്. ഭാവിയെക്കുറിച്ചുള്ള വിചാരങ്ങളില്ലാത്ത, പ്രത്യാശകളെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളില്ലാത്ത സാഹിത്യം നിലനിൽക്കുന്നില്ല. ഒരേ സമയം വർത്തമാനകാലത്തിലും അതേസമയം തന്നെ ഭാവിയിലേക്ക് നോക്കുന്നതുമായ ഒന്നാണ് സാഹിത്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഭാവനകളും വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ചിത്രണങ്ങളും നിരന്തരം സാഹിത്യത്തിൽ കടന്നു വരുന്നു എന്നുള്ളതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സാഹിത്യത്തിന് അതേത് സാഹിത്യമാണെങ്കിൽ തന്നെയും അത് നേരിട്ടോ അല്ലാതെയോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു വിചാരണ കൂടി ആവുന്നുണ്ട്. ഭൂതകാലത്തെക്കുറിച്ചുള്ള കേവലമായൊരു വിചാരണ മാത്രമല്ല, ഭൂതകാലത്തെ പുനർസൃഷ്ടിക്കുകയാണ്. ഭൂതകാലത്തിൽ മറഞ്ഞുപോയ സംഭവങ്ങളെയും വ്യക്തികളെയും സന്ദർഭങ്ങളെയും സാഹിത്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഈ ഭൂതകാലവും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭൂതകാലത്തിൻ്റെ വളരെ പരിമിതമായ ഒരു വ്യാഖ്യാനം മാത്രമാണ് ചരിത്രം. ചരിത്രം ഭൂതകാലത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത് വ്യാഖ്യാനിക്കുന്നവരെങ്ങനെയാണോ ചരിത്രത്തെ കാണുന്നത്, ഭൂതകാലത്തെ കാണുന്നത്, അതുപോലെയായിരിക്കും അവരെഴുതുന്ന ചരിത്രം ഉണ്ടാവുക. അത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ പ്രയോഗങ്ങളും, ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും ചരിത്രത്തിന് മുകളിലാണല്ലോ. ചരിത്രം എങ്ങനെ വിലോമീകരിക്കാം, ചരിത്രം എങ്ങനെ തെറ്റായി രേഖപ്പെടുത്താം, ചരിത്രത്തിൽ നിന്ന് ആരെയെല്ലാം പിഴുതെറിയാം,
ചരിത്രത്തിൽ നിന്ന് എങ്ങനെ ജനതയുടെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷ്കാസനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതിനുള്ളൊരു പരീക്ഷണശാലയായി വിദ്യാലയങ്ങളെ പോലും മാറ്റുന്ന ഒരു ഭരണകൂട സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. അവിടെയാണ് സാഹിത്യം യഥാർത്ഥത്തിൽ ഈ ഭൂതകാലത്തിന്റെ വ്യത്യസ്തമായ ഒരു ചിത്രണത്തിലൂടെ ഭൂതകാലത്ത് നടന്ന സംഭവങ്ങളെയും സന്ദർഭങ്ങളെയും കുഴിച്ചെടുത്തുകൊണ്ട് അതിനെ പുനരവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുന്നത്. അതായത് ഭൂതകാലത്തിന്റെ ഒരു പുനർസൃഷ്ടി, ഭൂതകാലത്തെ തിരിച്ചു പിടിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായി സംഭവിക്കുന്ന ഒരു വ്യവഹാരമുണ്ടെങ്കിൽ, ഒരു മേഖലയുണ്ടെങ്കിൽ അത് സാഹിത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമാണെങ്കിലും ശരി, ഇന്ത്യയിലെ സാഹിത്യമാണെങ്കിലും ശരി, ആഫ്രിക്കൻ ആണെങ്കിലും ശരി, അവിടെ എല്ലാം തന്നെ നാം കാണുന്നത് ഈ ഭൂതകാലത്തോടുള്ള ഒരഭിനിവേശം, ഭൂതകാലത്തെ ചിത്രണം ചെയ്യുന്നതിനുള്ള ഒരു അഭിനിവേശം, അദമ്യമായ ഒരു ഇച്ഛ ഈ സാഹിത്യത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും, അത് കവിതയാവാം, ചെറുകഥകളാവാം, നോവലുകളാവാം, അതിലൊക്കെ തന്നെ ആത്മകഥകളിലാവാം, ജീവചരിത്രങ്ങളിലാവാം, അതിലെല്ലാം കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഭൂതകാലത്തെ കൂടിയാണ്. ഒരേ സമയം വർത്തമാനകാല ബദ്ധമായിരിക്കുമ്പോൾ തന്നെ, ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ തന്നെ ഭൂതകാലത്തെ കുറിച്ചിട്ടുള്ള സുവ്യക്തമായ ഒരു രൂപരേഖ നമ്മുടെ മനസ്സിലേക്ക്, അത് നമ്മളാണ് അത് നെയ്തെടുക്കേണ്ടത്. അത് തരുന്നത് ചില സൂചനകൾ മാത്രമാണ്. ആ സൂചനകളിൽ നിന്ന് ഭാവനയുടേതായ ചിഹ്നശാസ്ത്രത്തിൽ നിന്ന് നാം നെയ്തെടുക്കേണ്ട ഒന്നായി ഭൂതകാലത്തെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സാഹിത്യം ചെയ്യുന്നത്. അത് വൈകാരികമായിട്ടാവാം, ചരിത്രപരമായിട്ടാവാം, അതിനേക്കാൾ തീവ്രമായ നൈതിക ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ ഇത്തരത്തിൽ പുനരവതരിപ്പിക്കാൻ കഴിയുന്നു സാഹിത്യത്തിന് എന്നുള്ളത് ഏത് ചരിത്ര പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ നിർബന്ധപൂർവം ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ, യഥാർത്ഥ ചരിത്രത്തെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചാലും എല്ലാ വേനലിനെയും അതിജീവിക്കുന്ന ഒരു പുൽനാമ്പിനെ പോലെ സാഹിത്യത്തിൽ ഇവർ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന ആ സാഹിത്യം മുളച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു കവിതയായി മുളച്ചു വരും, അതൊരു കഥയായി മുളച്ചു വരും. നിങ്ങൾ ഇന്ത്യയുടെ വിഭജനകാലത്തിന്റെ കഥ നോക്കുക. വിഭജനകാലത്ത് നടന്ന നിഷ്ഠുരമായ മനുഷ്യഹത്യകളെ കുറിച്ച് യഥാർത്ഥത്തിൽ ഫെയ്സ് അഹമ്മദ് ഫെയ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും കഥകളിലും കവിതകളിലും ആ മനുഷ്യരനുഭവിച്ച വേദനയുടെയും ഹിംസയുടെയും തീക്ഷ്ണത പിടിച്ചെടുത്തിട്ടുണ്ട്. അത് എത്രയൊക്കെ ഈ വിഭജനകാലത്തിനെ കുറിച്ചുള്ള തെറ്റായ ചരിത്ര വിവരങ്ങൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അത് തിരിച്ചു വരും. ചരിത്ര നോവലുകളുടെ കാര്യം എടുക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ NCERT അടക്കം പല സംസ്ഥാനങ്ങളടക്കം പുസ്തകങ്ങളിൽ നിന്ന് യഥാർത്ഥ ചരിത്ര വസ്തുതകൾ പരിപൂർണമായും എടുത്തു മാറ്റുകയാണ്. ഇതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇത് കേവലമായി കുറച്ച് ചരിത്ര പുരുഷന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെ കുറിച്ചോ കുട്ടികൾ പഠിക്കണ്ട എന്നുള്ള ഒരു വാശി മാത്രമല്ല, ഒരു ദുർവാശി മാത്രമല്ല. എന്താണ് എടുത്തു കളയുന്നത്, എന്താണ് കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. മുഗൾ ഭരണവംശത്തിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് ഇതിനു മുമ്പ് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്. ഏത് രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും ആ രാജാവിന്റെ കാലത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും നമ്മൾ മുമ്പ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ഇതിന്റെ എല്ലാം ഉപരിയായി മതങ്ങൾ സഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും മതസമൂഹങ്ങളും വിശ്വാസ സമൂഹങ്ങളും ഒരുമിച്ച് നിലകൊണ്ടു എന്ന് നാം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം മുമ്പ് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല. പക്ഷെ എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി, ഔചിത്യം ഭരണാധികാരികൾക്കുണ്ടായിരുന്നത് കൊണ്ട് കൂടുതലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെറുപ്പിന്റെ അധ്യായങ്ങളല്ല, മറിച്ച് സ്നേഹത്തിന്റെ അധ്യായങ്ങളായിരുന്നു. അതാണ് അതിന്റെ ഉദ്ദേശം. കുട്ടികളെ പഠിപ്പിക്കുന്നത്, ചരിത്രം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അധിനിവേശ ശക്തികളുടെ വരവോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടായത്. ആ സാമുദായിക സ്പർദ്ധ യഥാർത്ഥത്തിൽ
സജീവമായി നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ നിലനിന്നിരുന്ന ഒന്നല്ല, മറിച്ച് നമ്മളെ വിഭജിച്ച് ഭരിക്കുന്നതിന് വേണ്ടി കൊളോണിയൽ അധിനിവേശ ശക്തികൾ മനഃപൂർവ്വം വിത്തിട്ട് മുളപ്പിച്ച വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സ്പർദ്ധയുടെയും വൃക്ഷവൃക്ഷങ്ങളാണ് അവ എന്നാണ് നമ്മൾ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ്? സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല നമ്മൾ പഠിപ്പിച്ചത്. അതിന്റെ കാരണം ആരാണ് അതിന് വിത്തിട്ടത്, ആരാണ് അതിന്റെ വിളവെടുത്തത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താനാണ് പാഠപുസ്തകങ്ങൾ ഇത്രയും കാലം ശ്രമിച്ചതെങ്കിൽ ആ വിചാര മാതൃക, ജനാധിപത്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയുമായ ആ വിചാര മാതൃക പാടെ ഉപേക്ഷിക്കുകയാണ്. അത് ഉപേക്ഷിച്ചുകൊണ്ട് പകരം തെറ്റായ വിവരങ്ങൾ നൽകുന്നതിലൂടെ കൊളോണിയൽ ഭരണാധികാരികൾക്കെതിരെ പടപൊരുതിയ ടിപ്പു സുൽത്താൻ ദേശദ്രോഹിയും മുഗൾ രാജവംശത്തിനെതിരെ പടപൊരുതി എന്ന് പറയുന്ന ശിവാജി ദേശസ്നേഹിയുമാകുന്ന ഒരു പാഠപുസ്തകം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അക്ബറിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെയെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുന്ന, മുഗൾ രാജാക്കന്മാരെയെല്ലാം വളരെ നീചന്മാരായി ചിത്രീകരിക്കുന്ന ഒരു പാഠപുസ്തകം യഥാർത്ഥത്തിൽ പാഠപുസ്തകത്തിന്റെ ധർമ്മമല്ല നിർവഹിക്കുന്നത്. അത് കുട്ടികൾക്കുള്ളിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷച്ഛായ പകർത്തുവാനാണ് ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ സാഹിത്യത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നത്. ഇതിനെതിരെയുള്ള സാഹിത്യം, ഇതിനെതിരെ യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്തായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സാഹിത്യം, ആ സാഹിത്യം ഇവരെത്രയൊക്കെ തന്നെ പാഠപുസ്തകങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്താൽ തന്നെയും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ആഫ്രിക്കൻ സാഹിത്യത്തിലെ വളരെ പ്രശസ്ത ഒരു എഴുത്ത് ഒരു ഗ്രന്ഥകർത്താവ് എന്നുള്ള രീതിയിൽ അച്ചൈബയുടെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവൽ കൊളോണിയലിസത്തെ കുറിച്ചാണെങ്കിലും അധിനിവേശ ശക്തികളെ കുറിച്ചാണെങ്കിലും അതുണ്ടാക്കിയിട്ടുള്ള സുദീർഘമായ വേദനയുടെ കാണ്ഡങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും സൂക്ഷ്മമായും ചിത്രീകരിക്കുന്ന നോവലുകൾ, ഈ ഇതേ തരത്തിലുള്ള നോവലുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രേംചന്ദ് മുതൽ മഹാശ്വത ദേവി വരെയുള്ളവർ എഴുതിയിട്ടുണ്ട്. കീഴാള ജീവിതത്തെക്കുറിച്ച്, ഇതര സമൂഹങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ, ആദിവാസികളുടെ, ദളിതരുടെ ഒക്കെ ജീവിതത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന, ഗ്രാമീണ മേഖലയിലെ വർഗ ജാതി ഘടനകൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ കഥയിലും നോവലുകളിലും ഉണ്ട്. ഈ മുഴുവൻ കഥകളും ഈ മുഴുവൻ നോവലുകളും നിരോധിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തെ അവർക്ക് ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് മുഖം തിരിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് വീണ്ടും ഞാൻ സാഹിത്യത്തിന്റെ ശക്തിയായി എടുത്തു പറയുന്നത്. ഈ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിയാലും, നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ന്യൂനപക്ഷത്തെ ഒഴിവാക്കാം, നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ നിന്ന് പാർശ്വവൽകൃതരെ ഒഴിവാക്കാം, ദളിതരെ ഒഴിവാക്കാം, ജാതിയിൽ താഴ്ന്നവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരെ ഒഴിവാക്കാം. പക്ഷേ സാഹിത്യത്തിൽ, ആത്മകഥകളിൽ, ജീവചരിത്രങ്ങളിൽ, കവിതയിൽ, കഥയിൽ, നോവലിൽ ഈ രാഷ്ട്രത്തിന്റെ ഉള്ളിൽ പൗരത്വം നിഷേധിക്കപ്പെട്ട പൗരന്മാരായി, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഔദാര്യത്തിൽ മാത്രം പൗരന്മാരാകുന്ന സമൂഹങ്ങളായി അവരെങ്ങനെയാണോ ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവിച്ചത്, അതേ മാതൃകയിലുള്ള ഒരു ഭരണ സംവിധാനം ഈ ഭരണഘടനാപരമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നാം പ്രവർത്തിക്കുമ്പോൾ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു ഭരണകൂടം എന്നുള്ളിടത്താണ് വീണ്ടും സാഹിത്യത്തിന്റെ ഏറ്റവും ശക്തമായ സാധ്യത തെളിഞ്ഞ് വരുന്നത്. ഇത് ലോകസാഹിത്യത്തിൽ എമ്പാടും കണ്ടിട്ടുള്ളതാണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകമാണ് മാസുക്കിയുടെ ഷാഡോ കിങ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ പുസ്തകം. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നാസിസവുമായി ബന്ധപ്പെട്ട, ഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ കടന്നു വരുന്നതാണ് ഫ്രാൻസിന്റെ മേലുള്ള ജർമ്മനിയുടെ അധിനിവേശത്തെക്കുറിച്ച്, അതിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ച്, ആഗോളതലത്തിൽ നടത്തിയ മറ്റ് ചെറുത്തുനിൽപ്പുകളെ കുറിച്ച്. എന്നാൽ അവഗണിക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ആ അവഗണിക്കപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത് എത്യോപ്യയെ മുസോളിനി 1930-കളിൽ ആക്രമിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തെ മുസോളിനി ആക്രമിക്കുന്നുണ്ട്. മുസോളിനി ആക്രമിക്കുമ്പോൾ മുസോളിനിയുടെ കയ്യിൽ
ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ, വാർത്താവിനിമയ ഉപകരണങ്ങൾ, അവയുടെ സമുച്ചയം അയാളുടെ പക്കലുണ്ട്. എത്യോപ്യയുടെ കയ്യിൽ എന്തുണ്ട്? എത്യോപ്യയുടെ കയ്യിൽ ഒരു ചെറിയ രാജാവ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും സ്വന്തം രാജ്യം അപകടത്തിൽപ്പെടുന്നതിനെതിരെ പോരാടാൻ ഒരുങ്ങുകയാണ്. പക്ഷെ അവിടെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഈ എഴുത്തുകാരി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പുരുഷന്മാരായ പട്ടാളക്കാർ ഈ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ, പരിമിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ, വീട്ടുജോലിക്കാരിയായിരുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ തോക്കുമെടുത്ത് തന്റെ ചുറ്റുവട്ടത്തുള്ള സഹോദരിമാരെ മുഴുവൻ സംഘടിപ്പിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുരുഷ പട്ടാളക്കാരോടൊപ്പം സമരം ചെയ്ത ഒരു ചരിത്രം, യുദ്ധമുഖത്തേക്ക് പോയ ഒരു ചരിത്രം. അതായത് എത്യോപ്യയിലെ സ്ത്രീകൾ മുഴുവനായും തന്നെ മുസോളിനിക്കും ഫാസിസത്തിനും എതിരെയുള്ള സമരമുഖത്തേക്ക് പുരുഷന്മാരോടൊപ്പം കടന്നു വന്ന് യുദ്ധം ചെയ്ത ഒരു ചരിത്രം. അത് ഈ എഴുത്തുകാരി പറയുന്നുണ്ട്. എഴുത്തുകാരി പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇതാണ് ഓർമ്മയുടെ വീണ്ടെടുക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. അവരുടെ മുത്തശ്ശി ഈ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് തോക്കുമെടുത്ത്. അവർക്ക് അതുവരെ തോക്ക് ഉപയോഗിക്കാൻ അറിയുമായിരുന്നില്ല ആ സ്ത്രീകൾക്ക്. പക്ഷേ ഈ ഫാസിസം കടന്നു വരുമ്പോൾ പ്രതിരോധിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്ന ആ ജൈവമായ ബോധ്യം, മനസ്സിന്റെ ആഴത്തിൽ നിന്ന് വന്ന ബോധ്യം, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീകളും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതൊരു ചരിത്ര വസ്തുതയാണ് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ ചരിത്രത്തിലൊന്നും ഈ ധീരമായ ചെറുത്തുനിൽപ്പ്, എത്യോപ്യ എന്ന രാജ്യം നടത്തിയ ഈ ധീരമായ ചെറുത്തുനിൽപ്പ്, അവരുടെ ആബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഈ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് വ്യക്തമായ പഠനങ്ങളോ ചിത്രണങ്ങളോ ഇല്ല. അത് ഈ നോവലാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. അവരുടെ മുത്തശ്ശി ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർ അന്വേഷിച്ചു പോവുകയും അങ്ങനെ ചരിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമര പാരമ്പര്യത്തെ ഈ നോവൽ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി നോവലുകളിൽ, സാഹിത്യത്തിൽ, കവിതയിൽ ഓർമ്മയുടെ ഈ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നുണ്ട്. ഈ വീണ്ടെടുപ്പിന്റെ പ്രാധാന്യം ഇതാണ്. ഇപ്പോൾ ലോകത്തെമ്പാടും തന്നെ ഫാസിസം പല രൂപത്തിൽ, പല രീതിയിൽ തലപൊക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിശ്ചയമായും ഇത്തരത്തിലുള്ള ഓർമ്മയുടേതായ വീണ്ടെടുപ്പുകൾ, എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഭാവനാത്മകമായ വീണ്ടെടുപ്പുകൾ അങ്ങേയറ്റം അനിവാര്യമായിരിക്കുന്നു. കാരണം ഔദ്യോഗിക ചരിത്രത്തെ നമുക്ക് ഇനി ഒരിക്കലും വിശ്വസനീയമായ ഒന്നായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. ജസിയ പോലെയുള്ള നികുതികളെ പറ്റിപ്പോലും അങ്ങേയറ്റം തെറ്റായ വിവരങ്ങളാണ് പാഠപുസ്തകത്തിൽ ഇപ്പോൾ പകർന്നു നൽകുന്നത് എന്ന് പറയുന്നത് രുചിക ശർമ്മ എന്ന് പറയുന്ന ഒരു ചരിത്രകാരിയാണ്, ഒരു ചരിത്ര വിദ്യാർത്ഥിനിയാണ്. അവരുടെ PhD വിഷയം തന്നെ മുഗൾ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ച് അവർ അമ്പരന്ന് പോവുകയാണ് ഈ പാഠപുസ്തകം കണ്ടിട്ട്. അവരവസാനം പറഞ്ഞത്, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത രുചിക ശർമ്മ പറഞ്ഞത്, ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് NCERT-യിൽ ഒരു ചോദ്യം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾ ഈ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയത്? ഒരു സോഴ്സ് പറഞ്ഞാൽ മതി, ഒരൊറ്റ സോഴ്സ് പറഞ്ഞാൽ മതി. NCERT ചെയർമാന് പോലും പറയാൻ സാധിക്കുന്നില്ല. എഴുതി വിടുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ. മുഗൾ ഭരണകൂടത്തെക്കുറിച്ച്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന മതബന്ധങ്ങളെക്കുറിച്ച്. ഈ തെറ്റായ വിവരങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ മസ്തിഷ്കം മലിനമാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സാഹിത്യോത്സവം പോലെയുള്ള ഇടപെടലുകൾ അങ്ങേയറ്റം പ്രസക്തമാകുന്നത്. ഇത് കേവലമായ ഒരു പ്രശ്നം മാത്രമല്ല. ഇത് ഭൂതകാലത്തിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിലോമീകരിക്കലുകളെ ചെറുക്കുന്നതിന് സാഹിത്യം സഹായിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വർത്തമാനകാലത്തിന്റെ പ്രശ്നങ്ങളോടാണ് അത് പ്രതിബദ്ധമായിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇത് ഈ ടെമ്പറാലിറ്റി എന്ന് പറയുന്ന ഈ കാലക്രമം എന്ന് പറയുന്നതിന് ഒരു പരസ്പര ബന്ധമുണ്ട്, ഒരു പാരസ്പര്യമുണ്ട്. ഭാവിയും ഭൂതവും വർത്തമാനവും തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു നിദർശനമാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ വർത്തമാനകാല അവസ്ഥ നിങ്ങൾ നോക്കുക. ഈ വർത്തമാനകാല അവസ്ഥയിൽ ചെറുത്തുനിൽപ്പിന്റെ, പ്രതിരോധത്തിന്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കുക ഈ ഭാവനയുടെ ലോകത്തായിരിക്കും.
നമ്മൾ ഉണ്ടാക്കുന്ന കവിതകൾ, നമ്മൾ ഉണ്ടാക്കുന്ന കഥകൾ, നമ്മൾ ഉണ്ടാക്കുന്ന നോവലുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന നാടകങ്ങൾ, നമ്മൾ എഴുതുന്ന ചരിത്രങ്ങൾ, ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ, ഇതിലെല്ലാം തന്നെ പ്രത്യധീശത്വത്തിൻ്റെതായ, അധീശത്വ ശക്തികളെ വെല്ലുവിളിക്കുന്നതിൻ്റെതായ ഒരു അംശം വളരെ ശക്തമായി തന്നെ കടന്നു വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ന് ലോകത്ത് മൊത്തത്തിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ മൂലധന ശക്തികളാണെങ്കിലും ശരി, സാമ്രാജ്യത്വമാണെങ്കിലും ശരി, ഒരേപോലെ മൂന്നാം ലോക രാജ്യങ്ങളെന്ന് നാം പറയുന്ന പ്രദേശങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ആക്രമിക്കുന്നു. പലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഗസയിലെ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ, ഇപ്പൊ നൈജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കാര്യം നിങ്ങൾ ഓർക്കുക. നൈജീരിയ അറബ് രാജ്യങ്ങളെ പോലെ തന്നെ എണ്ണ പരിവേഷണം സാധ്യമായ ഒരു പ്രദേശമാണ്. അറബ് രാജ്യങ്ങളെ പോലെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ എണ്ണ കൊണ്ട് വളരെ പുരോഗതി ഉണ്ടാകും, ജനങ്ങളെല്ലാം രക്ഷപ്പെടും എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രദേശമാണ് നൈജീരിയ. പക്ഷേ നൈജീരിയയിൽ എന്താണ് സംഭവിച്ചത്? നൈജീരിയയിൽ ഉണ്ടായ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം മൾട്ടിനാഷണൽ കമ്പനികളുമായി, ബഹുരാഷ്ട്ര കമ്പനികളുമായി സന്ധി ചെയ്യുകയും ഈ പണമെല്ലാം, ഈ എണ്ണ വ്യാപാരത്തിലൂടെ കിട്ടിയ മുഴുവൻ പണവും അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം സ്വിസ് ബാങ്കുകളിലേക്കാണ് എത്തിയത്. ഇതിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് ആരാണ്? ഇതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് അവിടുത്തെ സാഹിത്യകാരന്മാരാണ്. അതിന്റെ പേരിലാണ് കെൻസരോ വിവ എന്ന് പറയുന്ന സാഹിത്യകാരൻ ഒരു വിചാരണ പോലും ഇല്ലാതെ തൂക്കിലേറ്റപ്പെട്ടത്. എന്നാലോചിച്ച് നോക്കുക. ഒരു വിചാരണ പോലെ, അതിന് കങ്കാരു വിചാരണ എന്നാണ് സാധാരണ പറയുക. വളരെ പെട്ടെന്ന് ഒരു കോടതി തട്ടിക്കൂട്ടുക, ആ കോടതി ചില ആരോപണങ്ങൾ ഉന്നയിക്കുക, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുക, എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിവിടെ അനുവദനീയമല്ല, നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ പറഞ്ഞ് ലോകപ്രശസ്തനായ ഒരു കവിയെ നിഷ്കരുണം തൂക്കിലേറ്റിയത് ഈ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു നോവലുകളിലൂടെ, കവിതകളിലൂടെ, കഥകളിലൂടെ എന്നുള്ളത് കൊണ്ടായിരുന്നു. ഇത് സാഹിത്യത്തെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സാഹിത്യത്തെ ഭയക്കണം ഭരണാധികാരികൾ, ദുരധികാരം സാഹിത്യത്തെ ഭയക്കണം. കാരണം എല്ലാ പ്രതിരോധവും അസ്തമിക്കുമ്പോൾ നിസ്സഹായാവസ്ഥയിലേക്ക് ജനങ്ങൾ നിരന്തരം നീക്കപ്പെടുമ്പോൾ പ്രത്യാശയുടെ പ്രതീകമായി നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നത് സാഹിത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഈ അടുത്ത കാലത്ത് ധാരാളം നോവലുകൾ, ലാറ്റിൻ അമേരിക്കയിലെ നോവലുകൾ, ആഫ്രിക്കയിലെ നോവലുകൾ, ഈ ലാറ്റിൻ അമേരിക്കയിലെ നോവലുകളൊക്കെ കേരളത്തിൽ വളരെ സുദീർഘമായ ചർച്ചകൾക്ക് വിധേയമാകാറുണ്ടെങ്കിൽ തന്നെയും ആഫ്രിക്കൻ സാഹിത്യം ഒന്നോ രണ്ടോ സാഹിത്യകാരന്മാരുടെ വിചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് പതിവ്. അങ്ങനെയല്ല, ആഫ്രിക്കയിൽ പലതരത്തിലുള്ള സങ്കീർണമായ ജീവിതാവസ്ഥകളെ അഭിമുഖീകരിച്ചുകൊണ്ട് കവികളും സാഹിത്യകാരന്മാരും സർഗാത്മകമായ ഒരു വ്യവഹാര മണ്ഡലം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഭാഷയിലേക്കുള്ള തിരിച്ചു പോക്കാണ്. ഞാൻ പ്രധാനമായും ഒരു നോവലിന്റെ കാര്യം ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് തായിഫ് സ്വാലിഹിന്റെ, അത് സുഡാനിലെ ഒരു സാഹിത്യകാരനാണ്. ഹൗസ് ഓഫ് ഗോസ് എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അറബിയിൽ എഴുതിയ നോവലാണ്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ്. അറബിയിൽ ആ നോവലിന്റെ പേര് മൗസം അൽ ഹിജ്ര ഉലാഹൽ ഷാൽ എന്നാണ് ആ നോവലിന്റെ യഥാർത്ഥമുള്ള പേര്. അതാണ് ഹൗസ് ഓഫ് ഗോസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുഡാനിലെ സാമൂഹിക ജീവിതത്തെ അങ്ങേയറ്റം സംഘർഷാത്മകമാക്കിയ, അതിൻ്റെ നൈതിക പരിപ്രേക്ഷ്യങ്ങളെ പാടെ ഉടച്ചു കളഞ്ഞ കൊളോണിയൽ അധിനിവേശത്തെ കുറിച്ചിട്ടുള്ള ഭാഷാപരമായും സാംസ്കാരികമായുമുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ചിത്രണമാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ നൽകുന്നത്. ഈ നോവലിൽ സുഡാന്റെ ചരിത്രം, ഞാൻ നേരത്തെ നൈജീരിയയുടെ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ, എത്യോപ്യയുടെ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ ശക്തമായി നമ്മൾ ഈ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. ആ സുഡാന്റെ കാര്യമാണ് പറയുന്നത്. സുഡാൻ, ഇതൊക്കെ രാഷ്ട്രങ്ങളാണ്. ഇവിടെയൊക്കെ മനുഷ്യരുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യർ സാമ്രാജ്യത്വത്തിനും മൂലധന ശക്തികൾക്കുമെതിരെ പോരാടുന്നുണ്ട്. ആ അതിജീവന സമരങ്ങളിൽപ്പെട്ട് അവർക്ക് അടിപതറുന്നുണ്ട്. അവർ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മനോഹരമായ
ആത്മീയാവിഷ്കാരങ്ങൾ, സാംസ്കാരിക ആവിഷ്കാരങ്ങൾ, ചരിത്രപരമായ ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നത് സാഹിത്യത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നാം നേരിടുന്ന ആഗോള പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഹൈപ്പർ ഓബ്ജക്ട്സ് എന്ന് പറയാറുണ്ട്. ഈ ഹൈപ്പർ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരികല്പനയാണ്. ഓബ്ജക്ട്സ് എന്താണെന്ന് നമുക്കറിയാം, വസ്തുക്കൾ. ഇപ്പോൾ ഈ കസേരയും മേശയും മൈക്കും ഒക്കെ വസ്തുക്കളാണ്. നമുക്കത് തൊട്ടറിയാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആ അർത്ഥത്തിൽ ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്, വസ്തുക്കൾ എന്നുള്ളത്. നമുക്ക് തൊട്ടറിയാം, കണ്ടറിയാം എന്നുള്ളത്. എന്നാൽ അങ്ങനെ നേരിട്ട് തന്നെയുമല്ല, അവയ്ക്ക് ഒരു സ്ഥലകാല ബദ്ധതയുണ്ട്. ഒരു കസേര ഒരു സ്ഥലത്തിട്ടാൽ ആ കസേര അവിടെയാണ് കിടക്കുന്നത്. ഇത്തരത്തിൽ സ്ഥലകാല ബദ്ധതയ്ക്ക് അതീതമായ കേവലമായ ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത ചില വസ്തുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അത് ഈ കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ പോലെയുള്ള വസ്തുക്കളാണ്. അവയെ വസ്തുക്കളായിട്ടാണ് കാണുന്നത്, ഹൈപ്പർ ഓബ്ജക്ട്സ്. കാരണം അത് കാലദേശബദ്ധമല്ല, ഒരു സ്ഥലത്ത് മാത്രമായി ഉണ്ടാകുന്നതല്ല. ഈ ഒരു ഗ്രാമീണന്റെ കഥ, ഏതൊരു ഗ്രാമീണർ അങ്ങനെ എന്താണ് വളരെ മോശമായി, അതായത് വിവരമില്ലാത്ത ആൾക്കാരായി ഗ്രാമീണരെ ചിത്രീകരിക്കുന്ന ധാരാളം സിനിമകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ഒരു തമിഴ് സിനിമയാണെന്ന് തോന്നുന്നു ഞാൻ കാണാനിടയായി. അതിൽ ഈ ഹാസ്യ കഥാപാത്രം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഉലാത്തുകയാണ്, വളരെ ചിന്താമഗ്നനായി ഉലാത്തുകയാണ്. അപ്പൊ എന്താണെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ചന്ദ്രനെ കാണിച്ചിട്ട് പറയാണ്, എൻ്റെ ഗ്രാമത്തിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ട് എന്ന്. എൻ്റെ ഗ്രാമത്തിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ഈ ആഗോള വ്യാപനം പോലെയുള്ള കാര്യങ്ങളുടെ കാര്യമെടുക്കുമ്പോഴാണ്. അതെല്ലായിടത്തും ഒരുപോലെ മനുഷ്യരുടെ ജീവിതാവസ്ഥയെ അട്ടിമറിക്കുന്നു. അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാര്യങ്ങളിൽ ആഗോള താപനത്തിന്റെ ഹൈപ്പർ ഓബ്ജക്റ്റായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആഗോള താപനത്തിന്റെ ഘട്ടത്തിലും സാഹിത്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അമിതാവ് ഘോഷിന്റെ നോവലുകളുണ്ട്, അതുപോലെ തന്നെ ഹെലോൺ അബിബിന്റെ നോവലുകളുണ്ട്. ഓയിലിനെ കുറിച്ചുള്ള എണ്ണ മലിനീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള നോവലുകളുണ്ട്. ആഗോളതലത്തിൽ തന്നെ പ്രധാനമായി അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല നോവലുകളും ഇത്തരത്തിൽ പരിസ്ഥിതി വിനാശത്തിന്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഫലമായി സാധാരണ മനുഷ്യർ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമ്മെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നോവലുകളാണ്. അതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രതിരോധ ശബ്ദങ്ങൾ ഇല്ലാതാവുകയാണ്. സിവിൽ സമൂഹം എല്ലാ പ്രദേശങ്ങളിലും ഫാസിസത്തിന്റെയും നവഫാസിസത്തിന്റെയും നവയാഥാസ്ഥികത്വത്തിന്റെയും ഇരമ്പിക്കയറ്റത്തിൽപ്പെട്ട് സിവിൽ സമൂഹം അപ്രത്യക്ഷമാവുകയാണ്. സിവിൽ സമൂഹം അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം ചുരുങ്ങുന്നു എന്നാണ്. ജനാധിപത്യത്തിന്റെ മണ്ഡലം ചുരുങ്ങുന്നു എന്നാണ്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നിശബ്ദമാക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ത്യയിലേത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓരോ സന്ദർഭത്തിലും ഭരണകൂടത്തിന്റെ ദുരധികാരം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനുള്ളവർ ഇരുമ്പഴിക്കുള്ളിലാണ്. ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകരായിരുന്നു ഇന്ത്യയിൽ. അതിനുശേഷമാണ് മറ്റുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ അതങ്ങനെ അറസ്റ്റ് ചെയ്ത് ഈ 2 ദിവസം മുമ്പ് നടന്ന, ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം നമുക്കറിയാം. കന്യാസ്ത്രീകൾ, പുരോഹിത സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം. അതിനു മുൻപ് കയ്യിൽ മാംസം വെച്ചിരുന്നു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ എത്രയോ മനുഷ്യർ ഉത്തരേന്ത്യയിലുണ്ട്, ദക്ഷിണേന്ത്യയിലുണ്ട്. ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിവിൽ സമൂഹത്തിന്റെ നേർവിപരീതമാണ്. ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്നു എന്നുള്ളത്, നിയമം എന്തിനാണ്? നിയമം ശിക്ഷിക്കാനുള്ളതല്ല. നിയമം യഥാർത്ഥത്തിൽ നിയമരാഹിത്യത്തിൽ നിന്ന് സാധാരണ മനുഷ്യനെ രക്ഷിക്കാനുള്ളതാണ്. ആ നിയമം 2 കന്യാസ്ത്രീകളെ മുൻനിർത്തി അവരെ മുഖത്തടിക്കുമെന്ന് പറയുന്നു. അവരുടെ ബാഗ് തുറന്നു നോക്കുന്നു, സാധനങ്ങൾ വലിച്ചു പുറത്തിടുന്നു. ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ. ആരാണ് ഇവർക്ക് ഇതിനെല്ലാമുള്ള അധികാരം കൊടുത്തത്? ഈ നാട്ടിലൊരു ഭരണഘടനയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. വ്യക്തികൾക്ക് ഇങ്ങനെ കടന്നു കയറി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരെ അപമാനിക്കുവാനുള്ള അപഹസിക്കുവാനുള്ള അവകാശമില്ല എന്നത് എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടന ഉള്ള രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നതിന്റെ പേരിൽ ഒരു നിയമപ്രശ്നവും അവർക്കുണ്ടാകുന്നില്ല. അവരെ ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ പേരിൽ ഒരു കേസ് പോലും രേഖപ്പെടുത്തുന്നില്ല. എത്രയോ മനുഷ്യർ, നിസ്സഹായരായ മനുഷ്യർ ഉത്തരേന്ത്യയിൽ മതത്തിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാവുകയും
കൊല്ലപ്പെടുകയും ചെയ്തു, മർദ്ദിക്കപ്പെട്ടു. ന്യൂനപക്ഷത്തിൽ നിന്നുള്ളവർ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഇതിൽ ഇരകളായി എന്ന് നമുക്കറിയാം. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത്, നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യത്തല്ല. ഈ ഭരണഘടന ഞാൻ ഇന്നലെ മലപ്പുറത്ത് ആദരണീയനായ ശിഹാബ് തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ടായി. അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെയും. ഈ ഭരണഘടന എന്തിനാണ്? ഭരണഘടന യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ്. നമുക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഭരണഘടന. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സമരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഭരണഘടനയെ സംരക്ഷിക്കാനുള്ളതാണ്. നമ്മളെ സംരക്ഷിക്കേണ്ട ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ട രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് ഏറ്റവും വ്യസനകരമായിട്ടുള്ള രാഷ്ട്രീയ വസ്തുത. അത്തരത്തിൽ സിവിൽ സമൂഹം ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ഇടം വീണ്ടും 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 ചുരുങ്ങുന്നു എന്നാണ്. അത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ഇടം വീണ്ടും വീണ്ടും ചുരുങ്ങുമ്പോൾ സർഗാത്മകതയുടേതായ ഒരു സവിശേഷ മണ്ഡലം പ്രതിരോധത്തിന്റെ സഹജ സാന്നിധ്യമായി ഉയർന്നു വരുന്നത് സാഹിത്യത്തിൽ നിന്നായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സാഹിത്യോത്സവങ്ങൾ പ്രധാനമാകുന്നത്. സാഹിത്യോത്സവങ്ങൾ കേവലമായി കച്ചവട താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നടത്തേണ്ട ഒന്നല്ല. പല പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ തന്നെ സാഹിത്യോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിപണന മേളയാണ്. എന്തെങ്കിലും വിപണനം ചെയ്യുന്നതിനോട് ഞാൻ എതിരല്ല, പക്ഷേ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് വരുന്നത് സാഹിത്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും അപരാധവുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സാഹിത്യോത്സവങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു നൈതികത ഉണ്ടായിരിക്കണം. ഒരു ധാർമ്മിക പരിപ്രേക്ഷ്യം സ്വാഭാവികമായും ഈ സാഹിത്യത്തിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ധാർമ്മികത എന്ന് പറയുന്നത് കാലദേശബദ്ധമാണ് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലത്ത് ആളുകൾ വലുതെന്ന് വാഴ്ത്തുന്നതിനെ മറ്റൊരു സ്ഥലത്ത് ആളുകൾ നിസാരവൽക്കരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ആളുകൾ നിസാരവൽക്കരിക്കപ്പെടുന്നതിന് മറ്റൊരു സ്ഥലത്തും സമയത്തും ആളുകൾ മഹത്വവൽക്കരിക്കുന്നുണ്ട്. ധാർമ്മികതയ്ക്ക് അങ്ങനെ സ്വാഭാവികമായ ഒരു ആപേക്ഷികതയുണ്ട്. സാപേക്ഷികമാണ് ധാർമ്മികത എന്ന് നമുക്കറിയാം, കാലദേശബദ്ധമാണ്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക വിചാരമാതൃക പുലർത്താതെ ഒരു സമൂഹം ഒരു കാലത്തും നിലനിന്നിട്ടില്ല. ഒരു സാമൂഹിക സംഘാടനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ചില നൈതിക ധാരകളുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ നിർവചിച്ച സമയത്ത് അംബേദ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് നാം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ജനാധിപത്യമാണ്. പക്ഷെ ഈ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിന് സാമൂഹിക ജനാധിപത്യത്തിന്റെ, സോഷ്യൽ ഡെമോക്രസിയുടെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എന്താണ് സോഷ്യൽ ഡെമോക്രസിയുടെ അടിസ്ഥാനം? സോഷ്യൽ ഡെമോക്രസിയുടെ അടിസ്ഥാനം സാമാന്യ നീതി, സാമൂഹിക നീതി എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സമത്വം എന്ന് പറയുന്നത്, അവസര സമത്വം എന്ന് പറയുന്ന നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാവുക എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തൊഴിൽ തരാം എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ തൊഴിൽ നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള സാമൂഹ്യ ശേഷി ആർജിക്കാനുള്ള പാരമ്പര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അതുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ബാധ്യതയുണ്ട് നിങ്ങളെ വേർതിരിച്ചു നിർത്തി നിങ്ങൾക്കത് നൽകുക എന്നുള്ളത്. വിവേചനം, ഋണാത്മകമായ വിവേചനം, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതിനുള്ള കടമ, ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം 3 കാര്യങ്ങളാണ് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായ കാര്യങ്ങളായി പറഞ്ഞത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമത്വം, നിയമത്തിന് മുൻപിലുള്ള സമത്വം, സാമ്പത്തിക മേഖലയിൽ അവസരങ്ങൾക്ക് മുൻപിലുള്ള സമത്വം. മറ്റൊന്ന് സാഹോദര്യം. സാഹോദര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. സാഹോദര്യം ഊട്ടിയുറപ്പിക്കേണ്ടിയിരുന്ന ഒരു ജനത പരസ്പരം ഭിന്നിക്കുന്ന, വിഭജിക്കുന്ന ഒരു ഭരണകൂടത്തിന് മുൻപിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഈ അവസര സമത്വവും സാഹോദര്യവും ഇല്ലാതെ സ്വാതന്ത്ര്യം സാധ്യമാവുകയില്ല. സ്വാതന്ത്ര്യവും സാഹോദര്യവും ഇല്ലാതെ സമത്വം സാധ്യമാവുകയില്ല. സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലാതെ ഒരു ജനതയ്ക്ക് സാഹോദര്യം ഉണ്ടാവുകയില്ല. ഇത് മൂന്നും തമ്മിൽ അഭേദ്യമാം വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഏറ്റവും സർഗാത്മകമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് സാഹിത്യം.
നമ്മുടെ സാംസ്കാരികത, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം. ഇപ്പൊ ദേശീയത എന്നൊക്കെ പറയുമ്പോൾ നേരെ പുരാണ കാലത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് അങ്ങനെ പുരാണ കാലത്തിൽ നിന്ന് പൊട്ടി വീണതല്ല. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധ സമരത്തിൽ നിന്ന് ആശയപരമായി രൂപം കൊണ്ട ഒന്നാണ് ഇന്ത്യൻ ദേശീയത. അതിനു മുമ്പ് ഇന്ത്യൻ ദേശീയത എന്നൊന്നില്ല. അതിനു മുൻപുള്ളത് രാജാക്കന്മാരുടെ ഭരണവും ഭരണകൂടങ്ങളും ഒക്കെ മാത്രമാണ്. മൊണാർക്കികളാണുള്ളത്. ദേശവും ദേശീയതയും ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായപ്പോൾ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ ചേർത്ത് പിടിച്ച് സ്വാതന്ത്ര്യ സമരവുമായി ചേർത്ത് നിർത്തിയത്. കാരണം ഈ ഒരു ആഗോള സാഹചര്യം, ഗാന്ധി യഥാർത്ഥത്തിൽ നമുക്ക് പല വിമർശനങ്ങളും ഗാന്ധിയുമായും മുൻനിർത്തി വെൽക്കാൻ സാധിക്കുമെങ്കിൽ തന്നെയും ഒരു കാര്യത്തിൽ അദ്ദേഹം വളരെ നിഷ്കർഷിച്ചിരുന്നു. ഒന്ന്, ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടമാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിലപാടാണ്. കാരണം അവരാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെയല്ല, ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടമല്ല എന്ന് ലോകത്തോട് ആദ്യമായി പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതിന് അദ്ദേഹം എടുത്ത ഏറ്റവും ഊർജ്ജസ്വലമായ നടപടി എന്ന് പറയുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ദേശീയ സമരത്തെ കൂട്ടിച്ചേർത്തതായിരുന്നു. അതാണ് അതിന്റെ പ്രാധാന്യം. അതോടുകൂടി ഇന്ത്യയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ശബ്ദമല്ല. അന്ന് ഇന്ത്യ യുദ്ധത്തിന്റെ ഭാഗമാണ്. ഔദ്യോഗികമായി നോക്കിയാൽ ഇന്ത്യ യുദ്ധത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഗാന്ധി പറയുന്നു ഇന്ത്യയുടെ ശബ്ദം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശബ്ദമാണ് എന്ന്, ജനകീയ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ ശബ്ദമാണ് എന്ന്, ഇന്ത്യയിലെ കർഷകന്റെ ശബ്ദമാണ് എന്ന് ലോക ജനതയോട് പറയാൻ ഗാന്ധി തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു യഥാർത്ഥത്തിൽ ഖിലാഫത്ത് സമരവുമായിട്ടുള്ള. അതോടുകൂടി ആഗോളതലത്തിൽ ഇന്ത്യക്ക് സ്വതന്ത്ര നിലപാടുണ്ട് എന്ന് ആദ്യമായി വരുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി സ്വാതന്ത്ര്യ സമരത്തെ കൂട്ടിച്ചേർക്കുമ്പോഴാണ്. അതിനു മുമ്പ് ഇന്ത്യക്ക് സ്വതന്ത്രമായൊരു നിലപാടില്ല. ഇന്ന് പാലസ്തീൻ പ്രശ്നം വരെ എത്തി നിൽക്കുന്ന അതിൽ ഇന്ത്യ എല്ലാ കാലത്തും ചേരിചേരാ നയം അടക്കമുള്ള സ്വതന്ത്ര നിലപാടുകൾ എടുത്തു പോന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എടുത്തു പോകുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി സ്വാതന്ത്ര്യ സമരം കൂടി ചേർന്നതാണ്. അതിന്റെ സാഹിത്യം ഉണ്ടാവേണ്ടതല്ലേ? അതിന്റെ സാഹിത്യത്തെ, അതിന്റെ ഓർമ്മകളെ പിടിച്ചെടുക്കുന്ന സാഹിത്യത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, സാഹിത്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് കേവലമായ ഒന്നല്ല. അതിന് പല തരത്തിലുള്ള വൈകാരിക അനുഭൂതികൾ നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ വൈകാരിക അനുഭൂതികളുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ ഓർമ്മയുടെ ഉത്സവങ്ങളാണ് സാഹിത്യകൃതികൾ, ഭാവിയുടെ ഭാവനകളാണ് സാഹിത്യകൃതികൾ. അതുപോലെ തന്നെ വർത്തമാനത്തിന്റെ ജീവിത യാഥാർത്ഥ്യത്തോടുള്ള ഏറ്റവും പ്രതിബദ്ധമായ ഒരു വ്യവഹാരം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ സാഹിത്യം തന്നെയാണ്. അത്തരത്തിൽ വൈവിധ്യമാർന്ന വ്യാവഹാരിക സവിശേഷതകളുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ സാഹിത്യം നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ സാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും വഴിതെറ്റുന്നത് അത് രാഷ്ട്രീയം കലരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ശണ്ട കൂടാം. പക്ഷെ അതിനപ്പുറത്ത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ സാമൂഹിക ജീവിതത്തെ, സാംസ്കാരിക ജീവിതത്തെ സമഗ്രമായി സ്പർശിക്കുന്ന ഒരു ആത്മസത്ത സാഹിത്യത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ആഗോള സാഹിത്യത്തിലാണെങ്കിലും ശരി, ദേശീയ സാഹിത്യത്തിലാണെങ്കിലും ശരി, മറ്റ് പ്രാദേശിക സാഹിത്യങ്ങളിലാണെങ്കിലും ശരി ഒക്കെ തന്നെ പ്രകാശമാനമാകുന്നുണ്ട്. ആ അത്തരം ധാരകളെ, ഇങ്ങനെ ഓർമ്മയുടെ തിരിച്ചുപിടിക്കലിനെ, ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശകൾ പുനർജനിക്കുന്നതിനെ, അതുപോലെ തന്നെ വർത്തമാനകാലത്തിന്റെ ആകാംക്ഷകളെയും വ്യാകുലതകളെയും പ്രത്യാശകളെയും പിടിച്ചെടുക്കുന്നതിൻ്റെ ഒക്കെയായിട്ടുള്ള സാഹിത്യം, ആ സാഹിത്യത്തെയാണ് നമ്മൾ കൂടുതലായി നൈതികതയുടെ സാഹിത്യമായി അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പൊ എല്ലാ സാഹിത്യത്തിനും നിലനിൽപ്പുണ്ട്. ഞാൻ ഒരു സാഹിത്യത്തിനും എതിരല്ല. പക്ഷേ നമ്മുടെ ചരിത്രത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സാഹിത്യത്തോട് തീർച്ചയായും നമുക്ക് വൈകാരികവും ധൈഷണികവും ബൗദ്ധികവുമായ ഒരടുപ്പം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു സാഹിത്യത്തിൻ്റെ കൂടുതൽ സമുന്നതമായ ചർച്ചകൾക്കും കൂടുതൽ സമൂലമായ വിചാരങ്ങൾക്കും ഈ സാഹിത്യോത്സവവും തുടർന്നുള്ള സാഹിത്യോത്സവങ്ങളും കാരണമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.